ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡീസ് ഡേജാവൂസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. എന്താണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്? എല്ലാവർക്കും ദൈവം പലതരത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു ടെസ്റ്റിലൂടെ സാധിക്കുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അങ്ങനെയുള്ള ഒരു ടെസ്റ്റാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതിനുള്ള ലിങ്ക് ഇതിൽ കൊടുക്കും. അപ്പം ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തിനെ ബേസ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരും അല്ലേ? അപ്പം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ടെസ്റ്റിലേക്ക് പോകാം. ഓക്കെ. അമേരിക്കൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഹോവാർഡ് ഗാർഡ്നർ 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന തൻ്റെ ബുക്കിലൂടെയാണ് ആദ്യമായി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് മുൻപ് തന്നെ ഇൻ്റലിജൻസിനെ പറ്റിയുള്ള അനേകം തിയറികൾ നിലവിലുണ്ടായിരുന്നു. ബിന്നറ്റിൻ്റെ മോണോഫാക്ടർ തിയറി, സ്ഫിയർമാൻ്റെ 2 ഫാക്ടർ തിയറി, തോണ്ടിക്കിൻ്റെ മൾട്ടി ഫാക്ടർ തിയറി, സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് തിയറി, തേഴ്സ്റ്റോണിൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്നിവയൊക്കെ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന മറ്റ് ഇൻ്റലിജൻസ് തിയറികളായിരുന്നു. എന്നാൽ ഹോവാർഡ് ഗാർഡ്നർ ഇൻ്റലിജൻസിനെ പറ്റി അവരിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ആശയമാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് 8 തരത്തിലുള്ള ഇൻ്റലിജൻസോടെയാണ്. അവയാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്, വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. അദ്ദേഹം ആദ്യം പ്രപ്പോസ് ചെയ്തത് 7 തരം ഇൻ്റലിജൻസുകളെ പറ്റി ആയിരുന്നു. അതിനുശേഷം 1999 നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം 2009 എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസും ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ 9 തരം ഇൻ്റലിജൻസുകളാണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അഥവാ വേർഡ് സ്മാർട്ട്. ഭാഷ ഇഫക്റ്റീവായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ. റൈറ്റേഴ്സ്, പോയറ്റ്സ്, ലോയേഴ്സ്, സ്പീക്കേഴ്സ് എന്നിവരാണ് ഗാർഡ്നർ ഹൈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവരായി കണക്കാക്കുന്നത്. ഇത്തരക്കാർക്ക് വായിക്കാനും എഴുതാനും കഥകൾ പറയുവാനും വാക്കുകൾ മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പ്രാവീണ്യം ഉണ്ടായിരിക്കും. ഇവർക്ക് ഫോറിൻ ലാംഗ്വേജുകളും പെട്ടെന്ന് സ്വായത്തമാക്കാൻ സാധിക്കുന്നു. റൈറ്റേഴ്സ്, ലോയേഴ്സ്, പോലീസ്മാൻ, ഫിലോസഫേഴ്സ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻസ്, പോയറ്റ്സ്, ടീച്ചേഴ്സ് എന്നീ കരിയറുകൾ ഇത്തരക്കാർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഇൻ്റലിജൻസ് ആണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അഥവാ നമ്പർ റീസണിംഗ് സ്മാർട്ട്. പ്രശ്നങ്ങൾ ലോജിക്കലി വിശകലനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നവർക്കുമെല്ലാം ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവരായി നമുക്ക് കണക്കാക്കാം. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവർ മാത്സിൽ പ്രാവീണ്യമുള്ളവരും ചെസ്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ലോജിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ആയ ആക്ടിവിറ്റീസ് എന്നിവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും. അവർക്ക് പാറ്റേണുകൾ ഡിറ്റക്റ്റ് ചെയ്യാനും റീസൺസ് കണ്ടുപിടിക്കാനും ലോജിക്കലി ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നു. സയൻറ്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻസ്, ലോജീഷ്യൻസ്, എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, എക്കണോമിസ്റ്റ്, ഫിലോസഫേഴ്സ് എന്നീ കരിയറുകൾ ഇത്തരക്കാർക്ക് യോജിച്ചവയാണ്. നെക്സ്റ്റ് ഈസ് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അഥവാ സൗണ്ട് സ്മാർട്ട്. മ്യൂസിക്കിലെ പിച്ചുകൾ, ടോൺ, റൈംസ് എന്നിവ റെക്കഗ്നൈസ് ചെയ്യാനും കമ്പോസ് ചെയ്യാനുമുള്ള കഴിവുള്ളവർ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നവർ ഒക്കെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവരായി കണക്കാക്കാം. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ബേസ് ഇൻ്റലിജൻസ് ആയി ഉള്ളവരിൽ ലാംഗ്വേജ് സ്കിൽസ് കൂടുതൽ നന്നായി ഡെവലപ്പ് ചെയ്യുന്നു. ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്, സിംഗേഴ്സ്, ഡിസ്ക് ജോക്കീസ്, ഒറേറ്റേഴ്സ്, കമ്പോസേഴ്സ് എന്നീ കരിയറുകൾ ഇത്തരക്കാർക്ക് യോജിച്ചവയാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ബോഡിലി കിനസ്തെറ്റിക് അല്ലെങ്കിൽ ബോഡി സ്മാർട്ട്. നമ്മുടെ ഹോൾ ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്കിൽസ് ഉള്ളവരാണ് ബോഡിലി കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർ. സ്പോർട്സ്, ഡാൻസ്, യോഗ, ആക്ടിംഗ്, പെർഫോമൻസ് തുടങ്ങിയവ അനായാസം കൈകാര്യം ചെയ്യാൻ ഇത്തരക്കാർക്ക് സാധിക്കുന്നു.
വായിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി ഇവർക്ക് ചെയ്തു പഠിക്കുന്നതിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അത്ലറ്റ്സ്, ഡാൻസേഴ്സ്, ആക്ടേഴ്സ്, സർജൻസ്, ഡോക്ടേഴ്സ്, ബിൽഡേഴ്സ്, സോൾജേഴ്സ്, ക്രാഫ്റ്റേഴ്സ് തുടങ്ങി നിരവധി കരിയർ ഓപ്ഷനുകൾ ഇവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അഥവാ പിക്ചർ സ്മാർട്ട്. മൈൻഡിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വിഷ്വലൈസ് ചെയ്യാനും 3D വ്യൂസ്, സ്പേസിൽ ഡിഫറെൻ്റ് ഒബ്ജക്ട്സ് തമ്മിലുള്ള അകലം, ദിശ എന്നിവയെ പറ്റിയുമൊക്കെ ശരിയായ ഒരു ധാരണ ഉള്ളവരാണ് പിക്ചർ സ്മാർട്ട് അഥവാ വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവർ. സ്വന്തം സറൗണ്ടിങ്സിനെ പറ്റി നല്ല അവയർനെസ് ഇവർക്കുണ്ടാകും. കൂടാതെ പിക്ചേഴ്സ് ഡ്രോ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും താല്പര്യം കാണിക്കുന്നു. ആർട്ടിസ്റ്റ്, ഡിസൈനേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ്, ആർക്കിടെക്ട്സ്, ഡ്രൈവേഴ്സ് എന്നീ കരിയറുകൾ ഇത്തരക്കാർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത കാറ്റഗറിയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ പീപ്പിൾ സ്മാർട്ട്. മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപെടാനുള്ള കഴിവുള്ളവരാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ. ഒരു ഗ്രൂപ്പിൽ നന്നായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇത്തരക്കാർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. മറ്റുള്ളവരുടെ മൂഡ്, ഫീലിങ്സ്, മോട്ടിവേഷൻ എന്നിവയൊക്കെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇവർ ഡിസ്കഷനുകളിലും ഡിബേറ്റുകളിലും എൻജോയ് ചെയ്യുന്നവരാണ്. പൊളിറ്റീഷ്യൻസ്, മാനേജേഴ്സ്, ടീച്ചേഴ്സ്, സെയിൽസ് പേഴ്സൺസ്, സോഷ്യൽ വർക്കേഴ്സ് എന്നീ കരിയറുകൾ ഇത്തരക്കാർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ സെൽഫ് സ്മാർട്ട്. നമുക്ക് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയാം. അതായത് ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി ഉള്ളവർ. ഇത്തരക്കാർ പൊതുവെ ഇൻട്രോവേർട്ടായി കാണപ്പെടുന്നു. സ്വയം മോട്ടിവേറ്റ് ചെയ്യാനും സ്വന്തം ഫീലിങ്സ് മനസ്സിലാക്കാനും സാധിക്കുന്നവരാണ് ഇവർ. സെൽഫിനെ പറ്റി ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് ഉണ്ട്. അതായത് സ്വന്തം സ്ട്രെങ്ത്സ്, സ്വന്തം വീക്ക്നെസ്, സ്വന്തം റിയാക്ഷൻസ്, ഇമോഷൻസ് എന്നിവയെ പറ്റിയൊക്കെ ഇവർ ബോധവാന്മാരാണ്. ഫിലോസഫേഴ്സ്, സൈക്കോളജിസ്റ്റ്, ലോയേഴ്സ്, റൈറ്റേഴ്സ് എന്നിവയൊക്കെ ഇവർക്ക് യോജിച്ച കരിയർ ചോയ്സുകളാണ്. നെക്സ്റ്റ് ഇൻ്റലിജൻസ് ആണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് അഥവാ നേച്ചർ സ്മാർട്ട്. പ്രകൃതിയെ മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ളവരാണ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് ഉള്ളവർ. ഇത്തരക്കാർ മൃഗങ്ങളുമായി പെട്ടെന്ന് ഇണങ്ങുന്നു. ഇവർ പ്രകൃതിയെ തൊട്ടറിയുന്നു. ഔട്ട്ഡോർ ആക്ടിവിറ്റികളിൽ കൂടുതലായി ഏർപ്പെടാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നാച്ചുറലിസ്റ്റ്, ഫാർമേഴ്സ്, ബൊട്ടാണിസ്റ്റ്, അഗ്രികൾച്ചറലിസ്റ്റ് എന്നീ കരിയറുകൾ ഇവർക്ക് യോജിച്ചവയാണ്. അടുത്ത ഇൻ്റലിജൻസ് ടൈപ്പാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ലൈഫ് സ്മാർട്ട്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് മരിക്കുന്നത്? മരണാനന്തരം നമുക്ക് എന്ത് സംഭവിക്കും? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അന്വേഷിക്കുന്നവരാണ് എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളവർ. മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ് അഥവാ അസ്തിത്വത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർ. ഫിലോസഫേഴ്സ്, കോസ്മോളജിസ്റ്റ്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് തുടങ്ങിയവരൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് മേൽപ്പറഞ്ഞ ഇൻ്റലിജൻസുകളിൽ ഏതാണ് നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. അതിനായി നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തു നോക്കാം. 2 മെത്തേഡിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാം. ഒന്ന് ഓൺലൈൻ ആയിട്ടും മറ്റേത് ഓഫ്ലൈൻ ആയിട്ടും. ഓൺലൈനായി ടെസ്റ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്ത മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ഗൂഗിൾ സെർച്ചിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് ലിങ്ക് കണ്ടെത്തുകയോ ചെയ്യാം. അതിനുശേഷം ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പം കുറേ ക്വസ്റ്റ്യനേഴ്സ് കാണും. ഓരോ ക്വസ്റ്റ്യനും താഴെയുള്ള നിങ്ങളുടെ റെസ്പോൺസ് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ ആം എ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് ഐ ലൈക്ക് മൈ പ്രൈവറ്റ് ഇന്നർ വേൾഡ്. അതിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് കംപ്ലീറ്റ്ലി എഗ്രി, സംവാട്ട് എഗ്രി, അൺഷുവർ, സംവാട്ട് ഡിസഗ്രി, കംപ്ലീറ്റ്ലി ഡിസഗ്രി. ഇതിലേതാണോ നിങ്ങളുടെ റെസ്പോൺസ് അത് സെലക്ട് ചെയ്യുക. ഇതുപോലെ ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയും റെസ്പോൺസ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക.
അടുത്ത പേജിലുള്ള റെസ്പോൺസസും മാർക്ക് ചെയ്യുക. എൻഡിൽ ഗെറ്റ് റിസൾട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ് സ്കോറ് പെർസെൻറ്റേജിൽ ലഭ്യമാവുന്നതാണ്. ഇതുപോലെ ഇനി ഓഫ്ലൈനായാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പേജ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഓരോ ക്വസ്റ്റ്യനു നേരെയുമുള്ള നിങ്ങളുടെ റെസ്പോൺസ് മാർക്ക് ചെയ്യുക. ഇതിൽ കൊടുത്ത ഓപ്ഷനുകളാണ്: മോസ്റ്റ് ഡിസഗ്രിക്ക് 1 പോയിൻ്റ്, സ്ലൈറ്റ്ലി ഡിസഗ്രിക്ക് 2 പോയിൻ്റ്, സ്ലൈറ്റ്ലി എഗ്രിക്ക് 3 പോയിൻ്റ്, മോസ്റ്റ്ലി എഗ്രിക്ക് 4 പോയിൻ്റ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് നേരെയും നിങ്ങളുടെ റെസ്പോൺസ് മാർക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത ശേഷം വലതുഭാഗത്ത് കാണുന്ന ഓരോ കോളവും ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കുക. അതാണ് ഓരോ ഇൻ്റലിജൻസ് കാറ്റഗറിയിലും നിങ്ങൾക്ക് ലഭിച്ച സ്കോർ. അതിൽ മാക്സിമം സ്കോർ ലഭിച്ച കാറ്റഗറി ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതാണ് നിങ്ങളിലുള്ള മോസ്റ്റ് ഡോമിനൻ്റ് ഇൻ്റലിജൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിലാണ് മാക്സിമം സ്കോർ ലഭിച്ചതെങ്കിൽ ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രാവീണ്യമുള്ളതെന്ന് മനസ്സിലാക്കാം. സോ നിങ്ങൾക്കൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആവശ്യമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.